നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിയമന വിവാദത്തിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ തീരുമാനം ഭക്തജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തെന്ന് ദേവസ്വം മന്ത്രി. സർക്കാർ കള്ളന് ചൂട്ടുപിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് SIT നോട്ടീസ്. അന്വേഷണ സംഘം നാളെ ശബരിമലയിൽ. പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. നിപ ഭീതിയിൽ ആശ്വാസം. 3 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘം കോഴിക്കോട്. രോഗബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. നിപയെ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ലെന്നും ജാഗ്രത കാട്ടിയില്ലെന്നും പിണറായി വിജയൻ. വിമർശനം രാഷ്ട്രീയമെന്നും വീണുകിട്ടിയ ആയുധം പോലെ പ്രയോഗിക്കുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി. മലയിടം തുരുത്ത് ഭൂമി തർക്കത്തിൽ സമവായ നീക്കങ്ങൾ പാളുന്നു. ഭൂവുടമകൾക്ക് അനുകൂലമായാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്ന് സമരസമിതി. ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് മന്ത്രി റോജി M. ജോൺ. കോടതി അനുവദിച്ച സമയം തീരാൻ 3 ദിവസം മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്ക്. ഫ്രാൻസും സ്ലോവാക്കിയയും സന്ദർശിക്കും. സാമ്പത്തിക സഹകരണം, സാംസ്കാരിക ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുക ലക്ഷ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള ഉഭയകക്ഷി ചർച്ച നാളെ. G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. സമാധാന കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന് ഇറാനും അമേരിക്കയും. ജനീവയിൽ നാളെ കരാർ ഒപ്പുവച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഫിഫ ലോകകപ്പിൽ മലയാളി താരം തഹ്സീൻ മുഹമ്മദ് കളത്തിലിറങ്ങുന്നതും കാത്ത് മലയാളികൾ. ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം അർദ്ധരാത്രി 12:30 മുതൽ. ബ്രസീൽ മൊറോക്കോ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. ഇന്ത്യ അഫ്ഗാൻ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടി. KB പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരനും തുറന്നു സമ്മതിച്ചു. ഇത് 2ാം തവണയാണ് UDF സർക്കാരിന് നിയമനങ്ങളിൽ കൈപൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘവും ആശങ്ക അറിയിച്ചിരുന്നു. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോരുമെന്നായിരുന്നു SIT പറഞ്ഞത്. നിർണായക രേഖകൾ കൈമാറുന്നതിലും SITക്ക് ആശങ്കയുണ്ടായിരുന്നു. സർക്കാർ പ്രതിസന്ധിയിലായതോടെ രാജിക്കായി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേവസ്വം പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് K. മുരളീധരൻ പ്രതികരിച്ചു. ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. നിയമനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലും നിൽക്കാൻ പാടില്ല എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സർക്കാർ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന പ്രതിപക്ഷ ആരോപണം ദേവസ്വം മന്ത്രി K. മുരളീധരൻ തള്ളിയിരുന്നു. പുതിയ പ്ലീഡർ മുൻപ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രിയുടെ ന്യായീകരണം. എന്തായാലും ഇത് 2ാം തവണയാണ് UDF സർക്കാരിന് നിയമനത്തിൽ കൈപൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KB പ്രദീപിനെ ദേവസ്വം പ്ലീഡറായി നിയമിച്ച നടപടി വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ തല കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. ദേവസ്വം പ്ലീഡർ നിയമനം ഭക്തരുടെ കരണത്തേറ്റ അടിയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മൂവരുടെയും പ്രതികരണത്തിലേക്ക്. ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളനും ചൂട്ടുപിടിക്കലായിപ്പോയി. ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. ഈ UDFന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ തീരുമാനം കേരളത്തിലെ ഭക്തജനങ്ങളുടെ മുഖത്ത് അടിച്ചതിന് തുല്യമാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് SITയുടെ നോട്ടീസ്. സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അടുത്തയാഴ്ചയാണ് ഹാജരാകേണ്ടത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അവസാനഘട്ട നടപടികളിലാണ് SIT. അന്വേഷണ സംഘം നാളെ ശബരിമലയിലെത്തും. പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയതിൽ സർക്കാർ വാദങ്ങൾ പൊളിയുന്നു. 15 ദിവസം റീന അവധി ആവശ്യപ്പെട്ടു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് 2.5 ദിവസം മാത്രമാണ് അവധിക്ക് അപേക്ഷിച്ചതെന്ന് റീന വ്യക്തമാക്കി. ഡോക്ടർ റീനയോടുള്ള അതൃപ്തി പരസ്യമാക്കി മന്ത്രി K മുരളീധരനും രംഗത്തെത്തി. പകർച്ചവ്യാധിക്കാലത്ത് കൂടുതൽ അവധി ചോദിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയിരുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 15, 16 തീയതികളിലുമാണ് ഡോക്ടർ റീന അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ ഉത്തരവിൽ പറയുന്നത് റീന 15 ദിവസം അവധി ചോദിച്ചു എന്നാണ്. നടപടിയെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. 3 വർഷം അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. അവർ ലീവ് എടുക്കുക, അവർ 15 2 ദിവസം എന്നുള്ളതല്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിൻ്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. സർക്കാരിന്റെ അനിഷ്ടമാണ് ഈ നടപടിക്ക് കാരണമെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തം. അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റുന്നതിനായി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു, റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അഡീഷണൽ DHS ഡോക്ടർ മീനാക്ഷി വിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല നൽകുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ മലയിടം തുരുത്ത് സമരസമിതി. ശങ്കരൻ നായരുടെ കുടുംബത്തിന് അനുകൂലമായാണ് മന്ത്രി റോജി M. ജോൺ ഉൾപ്പെടെയുള്ളവർ നിലപാടെടുക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു. അതേസമയം ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് മന്ത്രി റോജി M. ജോൺ പ്രതികരിച്ചു. മലയിടം തുരുത്തിൽ ദളിത് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കാൻ ഈ മാസം 16 വരെയാണ് കോടതി സമയം അനുവദിച്ചിരുന്നത്. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമം തുടരുകയാണ്. മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. ഇന്നലെ തീരുമാനിച്ചിരുന്ന ചർച്ച കണ്ണോത്ത് കുടുംബം പിന്മാറിയതിനെ തുടർന്ന് നടന്നില്ല. ഇതോടെ മന്ത്രി അടക്കമുള്ളവർ ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ പോലീസിനെ ഉപയോഗിച്ച് ദളിത് കുടുംബങ്ങളെ ഇറക്കിവിടാനാണ് നീക്കമെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി മന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടായിരിക്കാം ചർച്ച മാറ്റിവെച്ചതെന്ന് സംശയമാണ് കേട്ടോ. അതേസമയം 16-ാം തീയതിക്ക് മുമ്പ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനായി ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി റോജി M. ജോൺ വ്യക്തമാക്കി. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ വേണം. ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്ന് അതിന് വിട്ടുവീഴ്ചകൾ വേണം. നിയമവശങ്ങൾ പരിശോധിക്കാൻ ഇരുകൂട്ടർക്കും സമയം വേണം. അതിനുശേഷം ചർച്ചകൾ തുടരുമെന്നാണ് സർക്കാർ നിലപാട്. ചർച്ചയിലൂടെ തന്നെ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. അതേസമയം ഉറവിടത്തിന്റെ കാരണം കണ്ടെത്താൻ കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. റിപ്പോർട്ടിലേക്ക്. നിപയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിലവിൽ രോഗം ബാധിച്ചയാൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. മെഡിക്കൽ കോളേജിലെ യോഗത്തിൽ പങ്കെടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് കോഴിക്കോട് നിപ കൺട്രോൾ റൂം സന്ദർശിച്ചു. മന്ത്രി AP അനിൽകുമാറും ഇവിടെ എത്തിയിരുന്നു. നിപ കൺട്രോൾ റൂമിൽ നിന്ന് കണ്ടെയ്ൻമെന്റ് സോണിലെ ആളുകളെ വിളിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA PA മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു. കളക്ടറെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴേക്കും വകുപ്പ് തല അനുമതിയില്ലെന്ന് പറഞ്ഞതോടെ MLA കാരണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചുവെങ്കിലും മന്ത്രിയുടെ അനുമതിയില്ലെന്ന് അറിഞ്ഞതോടെ മടങ്ങി പോവുകയായിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം.
ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ആളുകൾക്കിടെ നമ്മൾ ആരോഗ്യവകുപ്പിനോടൊപ്പം നിൽക്കണം എന്ന് പറയാനല്ലേ വിളിക്കുന്നത്, ധൈര്യം കൊടുക്കാനല്ലേ വിളിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ MLAക്ക് ഒരു കഴിഞ്ഞ ഇപ്പൊ വന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ വിളിച്ചിട്ടില്ലേ? ഹൈറിസ്ക് വിഭാഗത്തിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യുന്ന രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. നവകേരള യാത്രക്കിടയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ 3ാം ദിവസവും തുടരുകയാണ്. കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇന്ന് 4 മണിവരെയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് SIT. ചോദ്യം ചെയ്യൽ 3ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നിർണായകമായ പല ചോദ്യങ്ങൾക്കും അന്വേഷണ സംഘത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. മർദ്ദിക്കാൻ ഉപയോഗിച്ച വടി ആര് തന്നു, എവിടെ ഒളിപ്പിച്ചു എന്ന ചോദ്യങ്ങൾക്ക് യൂണിറ്റിൽ തിരികെ ഏൽപ്പിച്ചു എന്ന മറുപടിയാണ് പ്രതികൾ നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ മർദ്ദനമേറ്റ എഡി തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കും. ജാമ്യം നൽകിയ ഉത്തരവിൽ കോടതി ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്യുവാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സമയം ഇന്ന് 4 മണിക്ക് അവസാനിക്കുമെന്നിരിക്കെ 3 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ ലഭ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അമൃത ന്യൂസ്, ആലപ്പുഴ. അസമിലെ ജോർഹട്ടിൽ വ്യോമസേനയുടെ AN-32 ചരക്ക് വിമാനം തകർന്നു വീണു. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇടിച്ചിറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പൈലറ്റിന്റെ മരണം സ്ഥിരീകരിച്ചു. അസമിലെ ജോർഹട്ട് വ്യോമത്താവളത്തിലാണ് വ്യോമസേനയുടെ വിമാനം തകർന്നു വീണ് തീപിടിച്ചത്. വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത AN-32 ഇരട്ട എഞ്ചിൻ ചരക്ക് വിമാനം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ജോഹട്ടിലെ റൺവേക്ക് സമീപത്തെ തുറന്ന ഇടത്തേക്ക് തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിൽ പൈലറ്റിന്റെ മരണം സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിന്റെ മറ്റു വിശദാംശങ്ങൾ വ്യോമസേന പുറത്തുവിട്ടിട്ടില്ല. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇടിച്ചിറക്കാൻ പൈലറ്റ് ശ്രമിച്ചു എന്നാണ് വിവരം. അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചു. ഉയർന്ന മലനിരകളിലും പ്രതികൂല കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അസമിലെ കാർബി ആംഗ്ലോങ് ജില്ലയിൽ 2 മാസം മുമ്പ് സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ വീരമൃത്യു വരിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രാൻസ്, സ്ലോവാക്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഈവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തുന്നത്. നൈസിൽ നടക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടിയിൽ ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ പരിപാടിയിൽ പരിചയപ്പെടുത്തും. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നാളെ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള ചർച്ചകളുണ്ടാകും. 15-ന് സ്ലോവാക്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ജൂൺ 16 മുതൽ 17 വരെ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇവിയനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. 18-ന് പാരീസ് സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രിയുടെ മടക്കം. വിദേശ സന്ദർശനത്തിൽ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യയിൽ സമാധാന കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന് ഇറാനും അമേരിക്കയും. ഞായറാഴ്ച ജനീവയിൽ കരാർ ഒപ്പുവച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
സമാധാന കരാറിന്റെ കരട് രൂപം തയ്യാറായതായി മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. കരാറിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും താൽക്കാലിക കരാർ തന്റെ രാജ്യം യുദ്ധത്തിൽ കൂടുതൽ ശക്തരായി ഉയർന്നു വന്നതിന്റെ തെളിവാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാന് മേലുള്ള US ഉപരോധം നീക്കുമെന്നും അരാക്ചി പറഞ്ഞു. കരാർ വ്യവസ്ഥകളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സമിതി അംഗീകരിച്ചാൽ ഇരു രാജ്യങ്ങളും ഒരേ സമയം വെവ്വേറെ ഇരുന്ന് കരാറിൽ ഒപ്പുവെക്കുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തും. ഇറാന്റെ മണ്ണിൽ വെച്ച് തന്നെ ഇവ നശിപ്പിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. കരാറിൽ ഒപ്പുവെച്ചയുടൻ ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകുമെന്ന വാർത്തകൾ അമേരിക്ക നിഷേധിച്ചു. ഇറാൻ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഘട്ടം ഘട്ടമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകൂ എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇരുപക്ഷവും തമ്മിൽ കരാറിന്മേൽ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും മുമ്പും അവസാന നിമിഷം ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ജാഗ്രതയോടെയാണ് നയതന്ത്ര ലോകം നീക്കങ്ങളെ വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ചരക്ക് കപ്പലിന് നേരെയുള്ള US ആക്രമണത്തിൽ വീണ്ടും പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണത്തിലാണ് ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതിഷേധമറിയിച്ചത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ സംസാരിച്ചു. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയുടെ ശക്തമായ വിയോജിപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന വിദ്യാർത്ഥിനി വിനോദിനിക്കായി സർക്കാർ പ്രഖ്യാപിച്ച പ്രതിമാസ ധനസഹായം മുടങ്ങിയതായി കുടുംബം. 4 മാസമായി പഠനച്ചെലവിന്റെ സഹായം ലഭിച്ചില്ല എന്നാണ് പരാതി. പോലീസിനെതിരെയും വിനോദിനിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തി. പരാതി ഉയർന്നതിന് പിന്നാലെ സർക്കാർ നടപടിയെടുത്തു. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ 9 വയസ്സുകാരിക്ക് വനിതാ ശിശുവികസന വകുപ്പാണ് ധനസഹായം അനുവദിച്ചിരുന്നത്. ആദ്യ 2 മാസങ്ങളിലെ തുക മാത്രമാണ് അക്കൗണ്ടിലെത്തിയത് എന്നും 4 മാസമായി പഠനച്ചെലവിന്റെ സഹായം ലഭിച്ചില്ല എന്ന പരാതിയാണ് കുടുംബം ഉയർത്തിയത്. മാർച്ച് മുതൽ ധനസഹായം മുടങ്ങിയതോടെ കുട്ടിയുടെ പഠനച്ചെലവുകൾ അടക്കം ബുദ്ധിമുട്ടിലായി എന്ന് കുടുംബം പറഞ്ഞിരുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി പ്രതിമാസം 4000 രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഒപ്പം ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും കുടുംബം ആക്ഷേപമുയർത്തി. നമുക്ക് ശിശു വികസനത്തിൽ നിന്ന് നമുക്ക് കുട്ടിക്ക് തുടർ പഠന ചെലവിന് വേണ്ടി പൈസ കയറുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് നമുക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും 2 മാസത്തേന് കിട്ടിയത്. ഇപ്പൊ 6 മാസമായിട്ട് നമുക്ക് കയറുന്നില്ല. കേസ് എടുത്തിട്ടുണ്ട് കുട്ടിന്റെ കാര്യത്തിൽ. പക്ഷെ അതിലൊരു നടപടി ഉണ്ടായിരുന്നില്ല. പോലീസുകാർ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ നമ്മളോടൊന്നും പറയുന്നില്ല. കേസ് കൊടുത്തിട്ട് തന്നെ ഒരു 7 മാസമായി. 7 മാസമായിട്ട് ഇതുവരെ ഒരു നടപടി നമുക്ക് ഉണ്ടായിരുന്നിട്ടില്ല. വിനോദിനിയുടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വിഷയത്തിൽ ഇടപെട്ടു. മുടക്കം വന്ന സഹായത്തുക തിങ്കളാഴ്ച തന്നെ നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പഠനച്ചെലവിന്റെ ധനസഹായം 4 മാസം മുടങ്ങാനുണ്ടായ കാരണം പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ധനസഹായം തുടർന്നുള്ള മാസങ്ങളിൽ കൃത്യമായി വിനോദിനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിനോദിനിയുടെ കൈക്ക് പൊട്ടലേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെങ്കിലും ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചകളെ തുടർന്ന് സെപ്റ്റംബർ 30-ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയാണ്. അർബുദബാധിതനായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി ഒപ്പിടണം എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജാമ്യവ്യവസ്ഥയിലുണ്ടായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇത് മാസത്തിൽ ഒരിക്കൽ എന്ന നിലയിലേക്ക് ചുരുക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. സംസ്കാരം വൈകിട്ട് നടക്കും. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അതേസമയം നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന് KSDMA അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനും കുടുംബത്തിനുമെതിരെ വധഭീഷണി നടത്തിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ആറ്റിങ്ങൽ വാളക്കാട് സ്വദേശി
ചരുവിള വീട്ടിൽ തോമസ് മകൻ സോണി തോമസ് ആണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് ഫോൺ വിളിച്ചതെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമാൻഡിംഗ് സെന്ററിലെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്കാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഭീഷണി സന്ദേശം എത്തിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി തനിക്ക് പ്രശസ്തനാകണമെന്നാണ് ഫോൺ ചെയ്തയാൾ പറഞ്ഞത്. വി.ഡി. സതീശനെ തനിക്ക് ഇഷ്ടമല്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന സുരക്ഷ മതിയോ എന്നും ഇയാൾ പോലീസിനോട് ചോദിച്ചു. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയല്ല, പകരം ബി.ജെ.പിയുടെ സഹായിയായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താനും രാഹുൽ ഗാന്ധിയും കാണുമ്പോൾ പരസ്പരം വണങ്ങും, എന്നാൽ കെട്ടിപ്പിടിക്കാറില്ല. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ സഖ്യത്തെ കാണുന്നു എന്നതാണ് മോദിയെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോയിലൂടെ വ്യക്തമാകുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കെട്ടിപ്പിടിക്കൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ലല്ലോ. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈ കൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ച എം.എ. ബേബി, രാഹുൽ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുന്ന കാർട്ടൂൺ താൻ കണ്ടു. പിണറായി ആലിംഗനം ചെയ്യാത്ത രാഹുലിന് മോദിയെ കെട്ടിപ്പിടിക്കാം. രാഹുലിന്റെ പ്രസംഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആ രംഗമാണ്. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ DMK-യോടുള്ള സമീപനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് വ്യക്തമായിരുന്നില്ലെന്നും എം.എ. ബേബി പറഞ്ഞു. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല, രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. വിമർശനം നടത്തുമ്പോഴും പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവർ വിമർശനങ്ങൾ നടത്താൻ. അതാണ് പറഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം. ടെസ്റ്റ് മത്സരത്തിലെ തകർപ്പൻ വിജയത്തിന് ശേഷമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നത്. 3 മത്സരങ്ങളടങ്ങിയതാണ് ഏകദിന പരമ്പര. ഇരു ടീമുകളും മുമ്പ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന ചരിത്രത്തിലെ ആദ്യ ദ്വിരാഷ്ട്ര ഏകദിന പരമ്പരയാണിത്. വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ എന്നിവർ കളിക്കില്ല. രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ഓപ്പണർമാരാകുന്ന ടീമിൽ KL രാഹുൽ, ഇഷാൻ കിഷൻ, യശസ്വി ജയ്സ്വാൾ എന്നിവരുമുണ്ട്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ പരാഗ്വേയെ തകർത്ത് ആതിഥേയരായ അമേരിക്ക 1-4 ഗോളുകൾക്കാണ് USA പരാഗ്വയെ തോൽപ്പിച്ചത്. ഫൊലറിൻ ബലോഗണിന്റെ ഇരട്ട ഗോളിലാണ് അമേരിക്കയുടെ ജയം. മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം നേടിയ അമേരിക്ക കളി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ജിയോവാനി റെയ്നയിലൂടെ 4ാം ഗോളും നേടി. ഈ ലോകകപ്പിലെ ഏറ്റവും ഗോളുകൾ വീണ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. ലോകകപ്പിൽ നാളെ വമ്പന്മാർ പോരാട്ടത്തിനിറങ്ങും. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ 5 മത്സരങ്ങളാണുള്ളത്. ഏറെ ആരാധകരുള്ള ബ്രസീൽ, ജർമ്മനി ടീമുകളും നാളെ കളത്തിലിറങ്ങുന്നുണ്ട്. രാത്രി സ്വിറ്റ്സർലൻഡിനെ നേരിടുന്ന ഖത്തർ ടീമിൽ ഒരു മലയാളി തിളക്കവും ഉണ്ട്. രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടുന്നത്. ഗ്രൂപ്പ് ബിയിൽ ശക്തരായ എതിരാളികൾക്കൊപ്പമുള്ള ഖത്തർ തങ്ങളുടെ 2ാം ലോകകപ്പിനായാണ് ബൂട്ട് കെട്ടുന്നത്. ലോകകപ്പിന്റെ മൈതാനത്ത് ആദ്യമായി ഒരു മലയാളി പന്തു തട്ടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഖത്തർ ടീമംഗമായ തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന തലശ്ശേരിക്കാരനിലൂടെ ആദ്യമായി ഒരു മലയാളി ലോകകപ്പിൽ പന്തു തട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള മലയാളികൾ. സാധ്യതാ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ 19-കാരൻ. നേരത്തെ UAE തോൽപ്പിച്ചാണ് ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയത്. അതേസമയം യൂറോ 2024 ക്വാർട്ടർ ഫൈനൽ വരെ മുന്നേറാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വിസ് പട ഇത്തവണ ലോകകപ്പിനായി ഇറങ്ങുന്നത്. പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോയെ നേരിടും. ടൂർണമെന്റിന്റെ എല്ലാ പതിപ്പുകളിലും പങ്കെടുത്ത ഒരേയൊരു ടീമാണ് ബ്രസീൽ. കൂടാതെ 5 തവണ റെക്കോർഡ് ചാമ്പ്യന്മാരുമാണ്. എന്നിരുന്നാലും 2002 ശേഷം അവർക്ക് ട്രോഫി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്തായി. ഏറെ ഫാൻസുള്ള നെയ്മറിലാണ് പ്രതീക്ഷ. അതേസമയം മികച്ച ടീമിനെയാണ് മൊറോക്കോ ഇത്തവണ ലോകകപ്പിന് ഇറക്കിയിരിക്കുന്നത്. 2025 ഫിഫ അണ്ടർ-20 ലോകകപ്പ് കിരീടം ചൂടിയത് മൊറോക്കോ ആയിരുന്നു. യുവനിരയാണ് മൊറോക്കോയുടെ കരുത്ത്. നാളെ രാവിലെ 6:30 ഹെയ്തി സ്കോട്ട്ലൻഡിനെ നേരിടും. 52 വർഷത്തിനു ശേഷമാണ് ഹെയ്തി ലോകകപ്പിനിറങ്ങുന്നത്. 1974 ഹെയ്തി അവസാനമായി ലോകകപ്പ് കളിച്ചത്. പിന്നീട് ഒരിക്കലും ലോകകപ്പ് യോഗ്യത നേടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല.
2010 ഭൂകമ്പത്തിൽ തകർന്ന രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അതേസമയം 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ സ്കോട്ട്ലൻഡ് കളത്തിലിറങ്ങുന്നത്. രാവിലെ 9:30 ടർക്കി ഓസ്ട്രേലിയയെ നേരിടും. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ തുർക്കി ഇറ്റാലിയൻ പരിശീലകനായ വിൻസെൻസോ മൊണ്ടല്ലയുടെ കീഴിലാണ് കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായി 6ാം തവണയാണ് ഓസ്ട്രേലിയ യോഗ്യത നേടുന്നത്. ആകെ 7 തവണ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. രാത്രി 10:30 ജർമ്മനി കുറസോയെ നേരിടും. നിരവധി ആരാധകരുള്ള മറ്റൊരു ടീമാണ് ജർമ്മനി. ലോകകപ്പിനുള്ള ജർമ്മനിയുടെ 26-അംഗ ടീമിൽ വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ഇടം നേടിയെന്നതാണ് പ്രത്യേകത. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ചാണ് കുറസോ എത്തുന്നത്. വെറും 444 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡച്ച് കരീബിയൻ ദ്വീപ് രാജ്യം ലോകകപ്പിനെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. ജനസംഖ്യ 1.5 ലക്ഷം മാത്രമുള്ള കുറസോ തോൽവി അറിയാതെയാണ് ലോകകപ്പിലെത്തിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.